ഡാ വിഷ്ണു, നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് സൈഡ് സ്റ്റാൻഡ് ഇട്ട് സ്കൂട്ടിയിൽ ഇരിക്കരുത്. വേണമെങ്കിൽ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിരുന്നോ, അല്ലെങ്കിൽ ഇറങ്ങിക്കോ. എടി നിന്റെ വണ്ടി ഞാൻ തൊട്ടിട്ടുകൂടി ഇല്ല. ഇരിക്കുന്ന കൃഷ്ണല്ല, നീ എന്തിനാ എന്നോട് ദേഷ്യം പറഞ്ഞേ? നിനക്കെന്താ ചെവി കേക്കില്ലേ? സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് ഇരിക്കി. ഓ, നിങ്ങള് തമ്മില് വഴക്ക് കൂടി ഇരിക്കാണല്ലോ അല്ലെ? നിന്നോടെ പറയണേന്ന് മനസ്സിലാവണില്ല, ഇറങ്ങിക്കൂടെ? ഓ, നിന്റെ ഒരു വണ്ടി. എടാ വിഷ്ണു, എന്റെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. എവിടേക്കാ പോവാ? എനിക്കറിയില്ല, ഇവളെ അക്ഷയ സെന്ററിൽ വർക്ക് ചെയ്യുന്ന, ഇവളോട് ചോദിക്കി. എടാ ഞാൻ അവളോട് തന്നെ പറഞ്ഞേ. ഓ, എനിക്ക് പ്രാന്ത് വരുന്നുണ്ട് രണ്ടിന്റെ ഇടയിൽ നിന്ന്. നാളെ അവളോട് കടയിൽ വരാൻ പറ. വരുമ്പോ ഐഡന്റിറ്റി കാർഡും ഫോട്ടോയും കൊണ്ടുവരാൻ പറ. എടി നിനക്ക് തല തിരിച്ച് അവളോട് നേരിട്ട് പറഞ്ഞൂടെ? തല തിരിയില്ല. ശരി, ഞാൻ ഐഡന്റിറ്റി കാർഡും ഫോട്ടോ ആയിട്ട് നാളെ നിന്റെ കടയ്ക്ക് വരാം. എന്റെ കടയിലേക്കാ? നിന്റെ കടയ്ക്ക് വരാം. പോവാം. വിഷ്ണു കൈയെടുക്ക്. അതിന് ഞാൻ കൈ വെച്ചിട്ടുള്ളോ? വിഷ്ണു കൈയെടുക്ക്. ഓ, അവളിങ്ങനെ ഒട്ടിരിക്കണോണ്ട് നിങ്ങക്ക് കുഴപ്പമില്ല, കൈ വെക്കണേനാ. രണ്ടിനെ കൊണ്ട് ഞാൻ തോറ്റു. ഡാ വിഷ്ണു, നാളെ എനിക്കൊരു കല്യാണം ഉണ്ട്. നിന്റെ ബ്ലൂ ചുരിദാർ എനിക്ക് വേണം. എന്റെ എവിടെയാടി ചുരിദാറുള്ള അതിന്? നാളെ രാവിലെ 8 മണിക്ക് വീട്ടിൽ വായോ, എടുത്തരാ. എടി നീ അവളുടെ തോളില് കൈയിട്ടല്ലേ ഇരിക്കണ്, നേരിട്ട് പറഞ്ഞ പോരെ? നേരിട്ട് പറഞ്ഞ ശരിയാവില്ല അല്ലേ രച്ചു? ആ കറക്റ്റ്. പോട്ടെ വിഷ്ണു. ആ പോട്ടെടാ വിഷ്ണു. ആ ലവ് യു, മിസ് യു.